നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. എഴുതി വെച്ചോളൂ, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവില്ല എന്ന് അത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അന്ന് അത് കേട്ട് സംഘികളടക്കമുള്ളവർ ചിരിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധി അത് വെറുതെ പറഞ്ഞതല്ല എന്ന് റിസൾട്ട് വന്നപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായി. എന്തായിരിക്കും അത്രമേൽ ആത്മവിശ്വാസത്തോടെ രാഹുൽ ഗാന്ധിക്കത് പറയാൻ തോന്നിയത്? മാത്രമല്ല, സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി, അതായത് ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് വലിയ മീറ്റിങ്ങും ആഘോഷമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് AICCയുടെ സമീപം അവർ വലിയ പന്തൽ വരെ കെട്ടിയിരുന്നു. പിന്നീട് ആ പന്തൽ അടിച്ചു മാറ്റേണ്ടി വന്നു. അപ്പോൾ എല്ലാ രീതിയിലും അവർ തയ്യാറായിരുന്നു ഇന്ത്യയുടെ ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും പ്രത്യേകിച്ചും കോൺഗ്രസിനുമൊക്കെ ഇത്രമാത്രം ആത്മവിശ്വാസം വന്നത്? അപ്പോഴാണ് ശരിക്കും ഇദ്ദേഹത്തിനെ ഈ പപ്പു എന്ന് വിളിച്ച് ഇയാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പപ്പു ഒന്നുമല്ല, ഒരു ഒരു വക്രബുദ്ധിക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. എങ്ങനെയും അധികാരത്തിലേറണം എന്ന് കരുതുന്ന ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തി തന്നെയാണ്. അല്ലായെങ്കിൽ വിദേശത്തു നിന്നുള്ള ചില കൂട്ടരുമായിട്ട് ചേർന്നുകൊണ്ട് നരേന്ദ്രമോദിയെയും BJPയെയും താഴെ ഇറക്കി ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ ഇതേപോലെ ശ്രമിക്കില്ലായിരുന്നു. മനസ്സിലാവാത്തവർക്കായിട്ട് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കി തരാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയം ഒരുപക്ഷെ നിങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കൂടെ അറിഞ്ഞു കാണും. അന്ന് വയനാട്ടിലാണ് രാഹുൽ ഗാന്ധി വന്ന് നിൽക്കുന്നത്. പക്ഷേ വയനാടടക്കമുള്ള മറ്റ് 20 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിൻ്റെ പര്യടനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനോട് കോൺഗ്രസ് നേതാക്കൾ തന്നെ നേരിട്ട് പരാതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രചരണത്തിന് ആവശ്യമായിട്ടുള്ള പണം തികയുന്നില്ല, അല്ലെങ്കിൽ പണത്തിൻ്റെ വലിയ ദൗർലഭ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ 2016 നോട്ട് നിരോധനമൊക്കെ വന്നതിന് ശേഷം അവർ സംഭരിച്ച് വെച്ചിരുന്ന പണമൊക്കെ നഷ്ടപ്പെട്ടിരിക്കാം, അതിൻ്റെയൊക്കെ ആയിരിക്കാം എന്നൊക്കെ ചിലർ വിചാരിക്കും. എന്നാൽ ഓർത്തു നോക്കുക, അന്ന് കോൺഗ്രസ്സിന് 6-7 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും പഞ്ചാബും ഒക്കെ അടങ്ങുന്ന 6-7 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ഭരണമുണ്ടായിരുന്നു. എന്നിട്ടും 2019 പ്രചരണത്തിന് വേണ്ടി ചെലവഴിക്കാൻ അവരുടെ കയ്യിൽ പണമില്ല എന്ന് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ നേരിട്ട് തന്നെ രാഹുൽ ഗാന്ധിയോട് പരാതിപ്പെട്ടു. രാഹുൽ ഗാന്ധി ഇങ്ങനെ കൈമലർത്തി കാണിച്ചു. അതായിരുന്നു അന്നത്തെ അവസ്ഥ. ഇനി 2024 നോക്കുക. 2024 അവർക്ക് എടുത്തു പറയാനായിട്ട് ഒരൊറ്റ സംസ്ഥാനത്തിലാണ് ഭരണമുള്ളത്, പ്രധാനപ്പെട്ടത്. അത് കർണാടകയാണ്. പിന്നീട് ഒരു ചെറിയ വടക്കേ ഇന്ത്യയിൽ ഒരു ചെറിയ സംസ്ഥാനം കൂടിയുള്ളൂ. പഞ്ചാബൊക്കെ പോയി, രാജസ്ഥാൻ പോയി, മധ്യപ്രദേശ് പോയി, അതേപോലെ തന്നെ ഛത്തീസ്ഗഡ് പോയി. ആകെ ഒരേ ഒരു സംസ്ഥാനം. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പണത്തിൻ്റെ ഒരു കുറവുമില്ലായിരുന്നു. പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ, തിരുവനന്തപുരം, ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ പണവും മദ്യവും യഥേഷ്ടം ഒഴുക്കുകയായിരുന്നു. ഒരിടത്തുനിന്നും ഒരു കോൺഗ്രസ് നേതാക്കളും പണത്തെപ്പറ്റി പരാതിയെ പറയാനില്ലായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? 2019 പണമില്ലാതിരുന്ന കോൺഗ്രസിൻ്റെ കയ്യിൽ ഈ സംസ്ഥാനങ്ങളിലൊന്നും ഭരണമില്ലാഞ്ഞിട്ട് കൂടി എങ്ങനെയാണ് ഇത്രയേറെ കോടാനുകോടികൾ വന്നു ചേർന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് സോറോസിനെ പോലുള്ളവരുടെ കൈകൾ ഇതിന് പിന്നിൽ കണ്ടെത്താൻ കഴിയുന്നത്. തീർച്ചയായിട്ടും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന് ചില മേഖലകളിൽ വലിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് ഇങ്ങോട്ട് വലിയ രീതിയിൽ പണം പമ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനോ തടയാനോ മോദി സർക്കാരിലെ ആ വിഭാഗം കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കോ അല്ലെങ്കിൽ അധികാരികൾക്കോ പറ്റിയിട്ടില്ല എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. ഇനി നോക്കുക, ഇത് എല്ലാ രീതിയിലും ഗൂഢാലോചന നടത്തി പണമൊഴുക്കി അതിനുശേഷം ആത്മവിശ്വാസത്തോടെ ഈ പ്രസ്താവന നടത്തുന്നു, പന്തൽ വരെ കിട്ടുന്നു. അതിനൊപ്പം തന്നെ വലിയ സംസ്ഥാനങ്ങളിൽ, അതായത് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലെ സ്ത്രീകളോട് വീടാന്തരം കയറി ഇറങ്ങി ഓരോരുത്തരോടും വീട്ടുപേരും അഡ്രസ്സും സഹിതം എഴുതി ആ കാർഡ് കൊടുത്തിട്ട് അതിൽ എഴുതിച്ചതിന് ശേഷമാണ് അവരോട് പറയുന്നത്, നിങ്ങൾക്കെല്ലാം വർഷം 1 ലക്ഷം രൂപ വെച്ച് തരാം, മാസം 8,000 ചില്ലറ വെച്ച് തരാം, അത് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കും എന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നു. ഇത്തരം വാഗ്ദാനങ്ങളിലാണ് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനത്തെ സ്ത്രീകൾ വീണു പോയത്. അങ്ങനെയും ഈ കാർഡ് അടിക്കാൻ തന്നെ എത്ര കോടി രൂപയുടെ ചിലവുണ്ടെന്നറിയാം. 8 കോടിയോളം കാർഡുകൾ തന്നെ അവർ ഇതിനു വേണ്ടി അടിച്ചു എന്ന് ഓർക്കുമ്പോൾ ആ വഴിയും എത്ര കോടി ചെലവഴിക്കേണ്ടി വന്നു എന്ന് ഓർക്കുക. ഇനി ഇതിനിടയിൽ 2 ജോഡോ യാത്ര കൂടി നടത്തി രാഹുൽ ഗാന്ധിയും കൂട്ടരും. ഓർക്കുക, 2 ജോഡോ യാത്ര കൂടി നടത്തിയവർ. 2019 പണമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞവർ 2024 ആയപ്പോഴേക്കും പണം കുത്തൊഴുക്കി വിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇനി ഒരു വാർത്ത കൂടി ഇതിനോട് കൂടെ ചേർത്ത് വായിക്കുക. ഇവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു, നരേന്ദ്രമോദി സർക്കാർ ഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞിവർ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് കൂടി ഇത്രയേറെ പണം അവർ വിനിയോഗിച്ചു എന്ന് കാണുമ്പോഴാണ്
ഈ രാജ്യത്തിൻ്റെ ഭരണത്തെയും ഭരണ സാന്നിധ്യം വഹിക്കുന്ന നരേന്ദ്രമോദിയെയും BJPയെയും താഴെ ഇറക്കുക എന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമായിരുന്നില്ല, ഇന്ത്യക്ക് വെളിയിലുള്ളവരുടെ ആവശ്യമായിരുന്നു. അതിന് കൂട്ടുനിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാൾ വെറും പപ്പുവല്ല, ഇയാൾ നല്ല കറ തീർന്ന ക്രിമിനലാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അതിന് അയാൾ ഉപയോഗിച്ച വഴികളും ഇങ്ങനെയായിരുന്നു. ആ ആത്മവിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു. ഇതായിരുന്നു അയാളുടെ കോൺഫിഡൻസ്. നരേന്ദ്രമോദിയെ താഴെ ഇറക്കും എന്നുള്ള ആ വാചകം എഴുതി വെച്ചോളൂ, നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രി ആവില്ല എന്ന് പറയാൻ രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഇതൊക്കെയായിരുന്നു. എന്നിട്ടും നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവവും കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ മികവും കാരണമാണ് എല്ലാ ഇന്ത്യക്കാരും അതിൽ പെട്ടുപോകാതെ പോയത്. രാജ്യം ഇപ്പോൾ കാണുന്ന രീതിയിലെങ്കിലും നിലനിൽക്കുന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ ഇവറ്റകളുടെ കയ്യിലായിരുന്നു കിട്ടുന്നെങ്കിൽ ആഴ്ചയിൽ എത്ര പ്രധാനമന്ത്രിമാർ വരുമായിരുന്നു? രാഹുൽ ഗാന്ധി ആകുമോ, അതോ അഖിലേഷ് യാദവ് ആകുമോ, അതോ കെജ്രിവാൾ ആകുമോ, അതോ മമതയാകുമോ, ചിലപ്പോൾ പിണറായി വരെ ആയേക്കും. എന്തായിരുന്നേനെ അവസ്ഥ? എത്ര ഘടകകക്ഷികളെ താങ്ങി ഭരിക്കേണ്ടി വന്നേനെ. ഇതിപ്പോൾ അവരെന്താ പറയുക, നായിഡുവും അതേപോലെ തന്നെ നിതീഷ് കുമാറും 2 സൈഡിൽ നിന്നും താങ്ങിയാൽ മാത്രമേ ഭരിക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നമ്മളതൊന്നുമല്ല കാണുന്നത്. പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും BJP മന്ത്രിമാർ തന്നെയാണ് ഭരിക്കുന്നത്. അവിടെ ഇവരുടെ ഒന്നും ഒരു ഇടപെടൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്രധാനമായിട്ടുള്ള വകുപ്പിലെ സഹമന്ത്രി സ്ഥാനങ്ങളൊക്കെയാണ് ഈ ഘടകകക്ഷികൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതും ചീറ്റിയിരിക്കുന്നു. ആത്യന്തികമായി നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, കോൺഗ്രസ് ചില ഭാഗ്യശക്തികളുടെ കൂടി വലിയ ഗൂഢാലോചന നടത്തി നരേന്ദ്രമോദി സർക്കാരിനെ ഇനി ഒരിക്കൽ കൂടി അധികാരത്തിലേറ്റാതിരിക്കാനും ഈ രാജ്യത്തെ തകർക്കാനും വേണ്ടിയിട്ട് അവർ ചില ഭാഗ്യശക്തിയായിട്ട് കൂട്ടുകൂടി. തീർച്ചയായിട്ടും അവർ തരുന്ന പണം ഉപയോഗിക്കുമ്പോൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുക വേണം. ഇവർക്ക് ഭരണം കിട്ടിയാൽ അത് ഇന്ത്യയുടെ നാശത്തിലേക്ക് ചെന്ന് കലാശിക്കുകയായിരുന്നുള്ളൂ. ഭാഗ്യത്തിനാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയാം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.